42 വർഷമായിട്ട് മനോരമയുടെ ഇതാണ്. പക്ഷേ അപ്പോഴൊക്കെ ഓരോ ദിവസവും പത്രസമ്മേളനം എന്നൊക്കെ പറയുമ്പോഴും ഇങ്ങനെ ആ ഒരു സാഹചര്യം അത് ഞാൻ പോയി കാണുകയോ ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് ആ മനുഷ്യന് വേണ്ടി ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാലും എനിക്ക് താങ്ങാനും പറ്റണില്ല. അണ്ണന് ഈ ഒരു അണ്ണൻ്റെ ഐഡൻറ്റിറ്റിക്കും ഒരിക്കലും അണ്ണന് പ്രതീക്ഷിക്കാത്ത തരത്തിലും ഇങ്ങനെ ഒരു മരണത്തിലേക്ക് പോയതിനെ കുറിച്ചൊക്കെ ഞാൻ പറയുന്നുണ്ടല്ലോ. അത്രമാത്രം മാനസികമായി തകർന്ന് ആ മനുഷ്യന് ഞങ്ങൾ ആരും കൊടുത്ത സമാധാനം ഒന്നുമായി കാണൂല. അതുമല്ല, ഇത്രയും വേദന ആ മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ടെന്ന് എനിക്കും അറിഞ്ഞൂല. എന്തൊക്കെയാണെന്നോ ഒന്നും എനിക്കറിയില്ല. ഒരായുസിൻ്റെ മുഴുക്ക് പ്രയത്നം ആ മനുഷ്യൻ്റെ 50 വർഷത്തെ എൻ്റെ സർവീസിൻ്റെ എല്ലാം ഓരോ സ്ഥലത്തിട്ടിരുന്നത് ഒരു വീട് വയ്ക്കണം, ഒരു വീട് അവിടെ ചെറുതായിട്ട് വാങ്ങുന്ന പ്രശ്നം വന്നപ്പോൾ അതിനു വേണ്ടിയൊക്കെ വിഡ്രാ ചെയ്ത് ഈ മോഹനൻ നായരും അതിലൊരാളാണെന്ന് തോന്നുന്ന പ്രസിഡൻറ്റ് മിസ്റ്റർ മോഹനൻ നായർ വളരെ നല്ല സുഹൃത്തുമാണെന്ന് തോന്നുന്നു. കാരണം ശശിയണ്ണൻ ആ ഒരു ആശയപരമായിട്ട് കോൺഗ്രസ് എന്നുള്ള ഒരു ആ പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത ഒരു മനുഷ്യനായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു കോൺഗ്രസിൻ്റെ തന്നെ ഒരു സൊസൈറ്റിയാണല്ലോ രാജീവ് ഗാന്ധി സൊസൈറ്റി. അവിടെ അത്രയും അവർ പറഞ്ഞപ്പോൾ വിശ്വാസം തോന്നിക്കാണും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അവസാനം ഞങ്ങൾക്ക് തീരാത്ത നഷ്ടം. എൻ്റെ 16 വയസ്സായ മോളെ ഒറ്റയ്ക്കിട്ട് ഒരു നിമിഷം പോലും ചിന്തിക്കാനുള്ള മനസ്സ് പോലും തോന്നാതെ അങ്ങനെ ആ ഒരവസ്ഥയിലോട്ട് വരണം. അതല്ല സംഭവിച്ചതിന് ആരോടും ഒരു പരാതി ഇല്ലാതെ എൻ്റെ അണ്ണൻ ഇരുന്നു. എന്നിട്ട് എനിക്ക് ഇങ്ങനെ ഒരു വേദനാജനകമായ അനുഭവം പറയണേൽ അണ്ണൻ മിണ്ടാതിരുന്നതിൻ്റെ അവസ്ഥയാണ് ഞാനിന്ന് നാക്ക് പൊക്കേണ്ട ഇടം വന്നത്. ആ മനുഷ്യൻ ഇങ്ങനെ ഒരു മരണമാണ് എടുത്തത്. എന്നിട്ടും അതിൽ നിന്നും രക്ഷപ്പെടാൻ സമ്മതിക്കാതെ അദ്ദേഹത്തിന് ക്യാൻസറായി. അതിൽ ഭയപ്പെട്ടോ എങ്ങനെയെന്നറിയില്ല, ആ തരത്തിൽ ആണ് ഈ മരണം. അദ്ദേഹം അതുകൊണ്ടാണ് മരിച്ചതെന്ന് വ്യാപകമായിട്ടുള്ള ഒരു പരസ്യം. അദ്ദേഹം മരിച്ച അന്ന് മുതൽ അന്ന് രാവിലെ അവിടെ ആ സംഭവം ഞാനത് 4ൻ്റെ അന്നാണ് അറിയുന്നത് ഇങ്ങനെയാണ് മരണപ്പെട്ടതെന്ന്. തലയടിച്ച് വീണ് മരിച്ചു എന്നാണ് എന്നോട് പറഞ്ഞത് രാത്രി ഇറങ്ങി നടന്നപ്പോൾ. അത് ഞാൻ വിശ്വസിച്ചു. എന്നിട്ട് അവിടെ നിന്നപ്പം പോലും അതിന് കൊടുത്ത പരസ്യം അദ്ദേഹം ക്യാൻസറാണെന്നറിഞ്ഞു. അങ്ങനെ റിപ്പോർട്ട് വന്ന് അതിൽ മനം നൊന്താണ് മരിച്ചതെന്ന് ഒരിക്കലുമല്ല. ഞാനും ഒരു മെഡിക്കൽ പ്രൊഫഷനിൽ 30-35 വർഷം കൊണ്ട് ഇരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ആങ്സൈറ്റി, സമ്മർദ്ദം, മാനസിക സമ്മർദ്ദം വന്ന അദ്ദേഹം ആ സൊസൈറ്റിയുടെ മോഹനൻ നായർ ഈ വിഷയം കഴിഞ്ഞ ഓഗസ്റ്റിലാണ് അറിഞ്ഞത്, ഞാൻ അറിഞ്ഞത്. അങ്ങനെ 1-2 പേര് ഇവിടെ നിന്ന് വിളിച്ച് പറഞ്ഞ് ഈ സൊസൈറ്റിയിൽ അണ്ണന് അക്കൗണ്ട് ഉണ്ട്, ഇത് മുങ്ങി താണുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് അത് എത്രയും വേഗം അതിനെന്തെങ്കിലും ചെയ്യണമെന്ന് അങ്ങനെയാണ് പുള്ളിയോട് ചോദിച്ച് ആ വസ്തുതകളൊക്കെ മനസ്സിലാക്കിയത്. അപ്പോൾ അതിനു വേണ്ടി ആ മനുഷ്യനെ വിളിച്ചു. അങ്ങനെ അദ്ദേഹം മോഹനൻ നായർ എന്നാണ് പ്രസിഡൻറ്റ്. അവിടെ ഞങ്ങൾ വെള്ളയമ്പലത്താണ് താമസം. മോളുടെ വിദ്യാഭ്യാസമായി പഠിത്തം, അവർക്ക് കുറച്ച് ആസ്മാറ്റിക്കാണ്, അത് കാരണം ഇവിടെ മരപ്പൊടി ഉള്ളതുകൊണ്ട് അവിടെ പോയി താമസിക്കുകയെന്ന്. സാമല തൊട്ടടുത്താണ്. അപ്പോഴത്തേക്ക് അവിടെ ഒറ്റപ്പെട്ട് പോയോണ്ടായിരിക്കണം പുള്ളി ഇത് അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയാത്ത, എന്തോ അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അപ്പോഴത്തേക്ക് പുള്ളി ആ മോഹനൻ നായരെ വിളിച്ചു. അയാൾ പല പ്രാവശ്യം അവിടെ വന്ന് ഒരിക്കലും അണ്ണനെ ഞാൻ അങ്ങനെ ചതിക്കോ, അതൊക്കെ വെറുതെ പറയണത്, ഏതോ ഒരാൾ വന്ന് ബഹളം കാണിച്ചു അതുകൊണ്ട് പുറത്തറിഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പുള്ളിയെ കാലൊക്കെ തൊഴുത് ഇല്ല അണ്ണനെ ഞാൻ ചതിക്കില്ല. എന്നോട് പറഞ്ഞു മാഡം ഞാൻ ഒരിക്കലും ചതിക്കില്ല, ശശിയണ്ണൻ്റെ
ഞാനാണ് പൈസ വാരിക്കൊണ്ട് പോയത്. അണ്ണൻ വിഡ്രാ ചെയ്തിട്ട് ഞാൻ ഒരിക്കലും അത് ചെയ്യില്ലെന്ന്. ഞങ്ങൾക്കൊക്കെ ആരെയും ചതിച്ച് ശീലമില്ല.